ഇവിടെ ഒരു ഫാമിലി അവരുടെ ഫാമിലി ഫോട്ടോ എടുക്കുമ്പോൾ അവരുടെ വീട്ടിൽ പുതുതായി വന്നൊരു പയ്യൻ മാത്രം മാറിയിരുന്നത് നോക്കുന്നു. അപ്പോൾ ആ വീട്ടിലെ ഓണർ അവനെയും അവരുടെ ഫാമിലി ഫോട്ടോയിൽ വിളിച്ചു നിർത്തുന്നു. ആക്ച്വലി ഇവന് 16 വയസ്സുണ്ടെങ്കിലും അവനൊരു കൊച്ചുകുട്ടിയെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. അവന്റെ 4ാമത്തെ വയസ്സിൽ അവന്റെ കൺമുന്നിൽ വെച്ച് തന്നെ അവന്റെ അമ്മയെ കൊന്നു. അതിനുശേഷം ഒത്തിരി പേർ അവനെ അഡോപ്റ്റ് ചെയ്തെങ്കിലും ആരുടെയും അടുത്ത് നിന്ന് അവന് സ്നേഹം ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് അവൻ ആക്രി പെറുക്കിയും എവിടെയെങ്കിലും കിടന്നുറങ്ങിയും അവന്റെ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം അവൻ പാതിരാത്രി ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് ഈ ലേഡിയുടെ ഫാമിലി യാദൃശ്ചികമായി കാണുന്നു. ഉടനെ കാർ നിർത്തിയവർ അവന് താമസിക്കാൻ വീടില്ലെന്നറിഞ്ഞ് അലിവ് തോന്നി അവനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. പക്ഷെ ഓൾറെഡി ഒത്തിരി അവഗണന അനുഭവിച്ച് അവൻ മടിച്ചു നിൽക്കുന്നു. എന്നാലും ആ ലേഡി ഒത്തിരി രാത്രിയായെന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇവൻ ഇതുവരെയും ഇത്രയും വലിയ വീട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ആ ലേഡി വന്ന് നോക്കുമ്പോൾ അവൻ ഉപയോഗിച്ച ബെഡ്ഷീറ്റ് എല്ലാം മടക്കി വെച്ചിട്ട് സൈലന്റ് ആയി അവിടെ നിന്ന് പോകുന്നു. വേഗം തന്നെ പുറത്തേക്ക് വന്നവർ അവനെ തടഞ്ഞ് ഇന്ന് താങ്ക്സ് ഗിവിംഗ് ആയതുകൊണ്ട് ഇന്ന് മാത്രം ഞങ്ങളോടൊപ്പം ആയിരിക്കാമോ എന്ന് ചോദിക്കുന്നു. ഇവൻ വേറെ വഴിയില്ലാതെ അതിന് സമ്മതിച്ച് വീണ്ടും വീടിനകത്തേക്ക് വരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡ് എടുക്കുമ്പോൾ ഇവൻ ആവശ്യത്തിന് കുറച്ച് മാത്രം ഫുഡ് എടുക്കുന്നു. അതിനുശേഷം ആ ലേഡി വന്ന് നോക്കുമ്പോൾ എല്ലാവരും TV കണ്ടുകൊണ്ട് ജോളിയായി കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം ഇവൻ മാത്രം തനിച്ച് സൈലന്റ് ആയി ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. അത് കണ്ട ആ ലേഡി TV ഓഫ് ചെയ്തിട്ട് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് ടേബിളിലേക്ക് വരാൻ പറയുന്നു. അപ്പോൾ കഴിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഇവർ കൈ നീട്ടുന്നു. ഇവൻ കൈ പിടിക്കാതെ മടിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കൊച്ചുകുട്ടി കൈ തരാൻ പറഞ്ഞതും അവൻ മറ്റൊന്നും ചിന്തിക്കാതെ കൈ കൊടുക്കുന്നു. അതിനുശേഷം ആ ലേഡി അവനെയും കൊണ്ട് ഡ്രസ്സ് എടുക്കാനായി പോകുന്നു. അവൻ അവരെടുത്ത കോസ്റ്റ്ലിയായ ഡ്രസ്സെല്ലാം മാറ്റി വെച്ചിട്ട് വളരെ ചീപ്പായ ഡ്രസ്സ് എടുക്കുന്നു. ഓൾറെഡി ആ ലേഡി അവന്റെ എല്ലാ ക്വാളിറ്റീസും നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് അവനെ വളരെയധികം ഇഷ്ടമായി പെർമനന്റ് ആയി ഞങ്ങൾക്കൊപ്പം ജീവിക്കാമോ എന്ന് ചോദിക്കുന്നു. അതുവരെയും വെറുപ്പും അവഗണനയും മാത്രം അനുഭവിച്ച ഇവന് അവരുടെ സ്നേഹം കണ്ട് പറ്റില്ലെന്ന് പറയാൻ മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് അവൻ യെസ് പറഞ്ഞ് അവർക്കൊപ്പം താമസിക്കുന്നു.